എല്ലാവർക്കും നമസ്കാരം. ഹൈക്കോടതിയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. റിക്രൂട്ട്മെന്റിലേക്ക് 19 ഏപ്രിൽ 2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. 30 മാർച്ച് 2026 മുതൽ 19 ഏപ്രിൽ 2026 വരെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 300 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് അമരാവതി ഹൈക്കോർട്ടിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും സ്കെയിൽ ഓഫ് പേയും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ സെക്ഷൻ ഓഫീസറാണ്. 5 വേക്കൻസി, 57,100 സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. സീനിയർ സിസ്റ്റം ഓഫീസർ 1 വേക്കൻസി ഉണ്ട്, 44,570 സാലറി സ്കെയിൽ. അടുത്ത കമ്പ്യൂട്ടർ ഓപ്പറേറ്ററാണ്. 31 വേക്കൻസി ഉണ്ട്, 40,970 സാലറി സ്കെയിൽ. അസിസ്റ്റന്റ് ലൈബ്രറിയൻ 1 വേക്കൻസി, 40,970 സാലറി സ്കെയിൽ. ലൈബ്രറി ഗ്രേഡ് സെക്കൻഡ് 37,570 സാലറി സ്കെയിൽ. 1 വേക്കൻസി ഉണ്ട്. UD സ്റ്റെനോഗ്രാഫർ 7 വേക്കൻസി. അസിസ്റ്റന്റ് 78 വേക്കൻസി ഉണ്ട്. എക്സാമിനർ 27 വേക്കൻസി. ടൈപ്പിസ്റ്റ് 44 വേക്കൻസി. കോപ്പിസ്റ്റ് 34 വേക്കൻസി. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 50 വേക്കൻസി. സ്റ്റെനോഗ്രാഫർ 1 വേക്കൻസി. ഓഫീസ് സബോർഡിനേറ്റ് 20 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 300 വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് റിക്രൂട്ട്മെന്റിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. സെക്ഷൻ ഓഫീസറിലേക്ക് ഡിഗ്രി ഇൻ ലോ ആണ് പറഞ്ഞിരിക്കുന്നത്. സീനിയർ സിസ്റ്റം ഓഫീസറിലേക്ക് ഡിഗ്രി ഓഫ് BTech ആണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ MSc ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് ക്വാളിഫിക്കേഷൻ. അസിസ്റ്റന്റ് ലൈബ്രറിയൻ ഡിഗ്രി ഇൻ ലോയും അതുപോലെ തന്നെ 3 ഇയേഴ്സിന് അല്ലെങ്കിൽ 5 ഇയേഴ്സിൻ്റെ കോഴ്സ് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. BLIC ഡിഗ്രിയും പൊസസ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ലൈബ്രറി ഗ്രേഡ് സെക്കൻഡ് ആണ്. സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മസ്റ്റ് പൊസസ് ഡിഗ്രി ഇൻ ആർട്സ് അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ഓർ ലോ 3 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ കോഴ്സ് പഠിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. BLIC ഡിഗ്രി ആയിട്ട് പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പർ ഡിവിഷൻ സ്റ്റെനോഗ്രാഫർ ആണ്. ഡിഗ്രി ഇൻ ആർട്സ് അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ഓർ ലോ 3 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ കോഴ്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത അസിസ്റ്റന്റ് ആണ്. ഡിഗ്രി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സാമിനർ ഡിഗ്രി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ടൈപ്പിസ്റ്റ് ഡിഗ്രിയും ടൈപ്പ് റൈറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് ഹയർ ഗ്രേഡ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ മസ്റ്റ് പൊസസ് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ഒരു മെയിൻ സബ്ജക്റ്റായിട്ട് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റെനോഗ്രാഫർ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ഷോർട്ട് ഹാൻഡ് പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫീസ് സബോർഡിനേറ്റ് 7ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 42 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. മെത്തേഡ് റിക്രൂട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനകത്ത് എക്സാമിനേഷൻ ടൈമും. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്